ബാക്ക് റൂംസ് കണ്ടു. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പടമാണ്. ഇന്നലെ ഇതിൻ്റെ പ്രീമിയർ ഉണ്ടായിരുന്നു. ഇന്നാണ് ഇതിപ്പോൾ ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത്. ജൂൺ 12-ാം തീയതി ഇന്ത്യയിൽ. ഇതിന് മുമ്പ് മെയ് 29-ന് എന്തോ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ തന്നെ ഈ പടം ഓൾറെഡി 10 കോടിക്ക് എന്തോ എടുത്തിട്ട് 2000 കോടിയുടെ അടുത്തെന്തോ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഒബ്സഷൻ പോലെ തന്നെ. ഈ 2 പടങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കറൻ്റ്ലി ട്രെൻഡിങ് ആയിട്ട് പോകുന്നൊരു ഹൊറർ മൂവീസ് എന്ന് പറയാം. ഒബ്സഷനും ഇതേപോലെ നല്ല റണ്ണാണ്. ഈ പറയുന്ന ഒബ്സഷനൊക്കെ റീസെൻ്റ്ലി OTT ഇറങ്ങേണ്ടതായിരുന്നു. അതിൻ്റെ OTT റിലീസ് അടക്കം മാറ്റി ഇവർ ഈ റണ്ണ് കണ്ടിട്ട്. ഇന്ത്യയിലൊക്കെ വൻ റണ്ണാണ്. നല്ല ബുക്കിംഗ് ഉണ്ട്. ഈ ഇപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ പാലക്കാടൊക്കെ ഈ പടം ഇങ്ങനൊരു പടമേ വരില്ലായിരുന്നു. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച ഇത് റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് തിയേറ്റേഴ്സിലൊക്കെ അത്യാവശ്യം ക്രൗഡും ഉണ്ട്. അപ്പോൾ നല്ല സാധനമാണെങ്കിൽ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ ആൾ വരുന്നുള്ളതിന് തീർച്ചയാണ് ഇങ്ങനത്തെ ഈ പടങ്ങളൊക്കെ തന്നെ. ആൻഡ് ഈ പടം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2019 വന്നിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് പോസ്റ്റ്, ഒരു ഹൊറർ പോസ്റ്റായിരുന്നു ഇത്. ജസ്റ്റ് ഒരൊറ്റ ഫോട്ടോ, ഒരു മഞ്ഞ കളറൊരു ഫോട്ടോ, ഒരു റൂമിൻ്റെ അത് വെച്ചുള്ള ഒരു ഫോട്ടോയും ഒരു അടിക്കുറിപ്പും വെച്ച് വന്ന സാധനം. അതിനെ ബേസ് ചെയ്ത് കുറേ ലോറും കുറേ ഡിസ്കഷൻസൊക്കെ നടന്ന് 2022 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറിയ പയ്യൻ, ഒരു യൂട്യൂബർ ഇത് വെച്ച് ബ്ലെൻഡറൊക്കെ മിക്സ് ചെയ്ത് ഒരു വീഡിയോ ഇറക്കും. ആ വീഡിയോ കണ്ട് A24 എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി മൂപ്പര് ഹയർ ചെയ്യുകയും നീ എന്നൊരു ഇത് വെച്ചിട്ട് ഒരു പടം ഇറക്കുമെന്ന് പറഞ്ഞ് ഇറക്കിയ ആ സാധനമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ബാക്ക് റൂംസ്. ജസ്റ്റ് ഒരു 10 കോടിയൊന്നും മുടക്കി ഈ പറഞ്ഞ പോലെ വൺ റിട്ടേൺ, ഒരു 100 മടങ്ങ് എന്നൊക്കെ പറയില്ല, അത്രയും റിട്ടേൺ കിട്ടിയൊരു സാധനം. A24ൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും അധികം റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയ, ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടിയൊരു പടം ഇത്രയും ചുരുങ്ങിയ ബഡ്ജറ്റ് വെച്ചിട്ട്. സോ കണ്ടൻ്റാണ് കാര്യം. ഇപ്പോൾ വേറെ കുറേ വലിയ വലിയ പ്രൊഡക്ഷൻ കമ്പനീസ് ഉണ്ട്, ഇങ്ങനെ ഫ്രാഞ്ചൈസുകൾ പടം ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പോലും അതിനൊന്നും പറ്റാത്ത സാധനമാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ സ്റ്റാർ വാർസിൻ്റെ മാൻഡലോറിയൻ ബ്ലോഗൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അത് ഡിസ്നി പടമാണ്, മാൻഡലോറിയനാണ്, സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസാണ്. എന്നിട്ട് അത്രയും മില്യൺ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയ സാധനത്തിൻ്റെ അതിനൊക്കെ ഇവർ എത്രയാണോ മുടക്കിയത്, അതായത് ഇപ്പോൾ മാൻഡലോറിയനൊക്കെ ഉണ്ടാക്കാൻ എത്രയാണ് ഇവർ ചിലവാക്കിയത്, അതാണ് ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്നേ ഇവർക്ക് കിട്ടിയത്. അത്രയും വലിയ റിട്ടേൺ ആണ്. അപ്പോൾ കണ്ടൻറ് ഉണ്ടെങ്കിൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ് ആണെങ്കിൽ ആൾക്കാർ വരുന്ന പ്രൂവ് ചെയ്യുന്ന മറ്റൊരു പടം കൂടിയാണ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഒബ്സഷൻ പോലെ ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇത് ചർച്ച ചെയ്യുന്നത്. വളരെ വ്യത്യാസമായ ഒരു ഹൊറർ മൂവിയാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സൂപ്പർ നാച്ചുറൽ സാധനമല്ല. ഇപ്പോൾ ഒബ്സഷനിൽ ഒരു സൈക്കോളജിക്കൽ മോഡായിരുന്നെങ്കിൽ ഇതിൽ സയൻസ് ഫിക്ഷൻ പ്ലസ് സൈക്കോളജിക്കൽ, ഇത് രണ്ടും കൂടിയിട്ടാണ്. ജസ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു മഞ്ഞ കളർ, ഇതാണ് ഈ ഒരു പടത്തിൽ ഫുള്ള്. ജസ്റ്റ് ഒരു ഫർണിച്ചർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ആളുടെ ആ ഒരു ഫർണിച്ചർ ഷോപ്പിൻ്റെ ബേസ്മെൻറ്റിൽ വേറൊരു ബാക്ക് റൂം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. ഒരു വാളിൽ കൂടെ കടന്നപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് എത്തി. ഒരു ലിമിനൽ സ്പേസ് എന്ന് പറയില്ല, ആ കോൺസെപ്റ്റാണ് ഈ സിനിമ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ സാധനം നമ്മൾ ഒബ്സഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒബ്സഷൻ എന്ന പടത്തിൽ കാണിച്ച പോലെ തന്നെ ഇതിൽ ഈ പറയുന്ന ഒരു ലിമിനൽ സ്പേസും ആ ഒരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റൊക്കെ ചിലപ്പോഴൊക്കെ നമുക്കും ഉണ്ടാകും. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. നമ്മളിപ്പോൾ ഭയങ്കര ഒരു വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു കോറിഡോർ, ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ ഭയങ്കര പ്ലെയിനായിട്ട് കിടക്കുന്നൊരു സ്ഥലം കണ്ടാൽ നമുക്ക് എന്തോ ഒരു അൺഈസിനെസ് വരില്ല. നമുക്കിപ്പോൾ പേടിച്ച് നമ്മൾ വിറയ്ക്കും, അല്ലെങ്കിൽ പേടിച്ച് മുള്ളും, ആ സെറ്റപ്പൊന്നുമല്ല. പക്ഷേ എന്തോ ആരും ഇല്ലാണ്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു ഫീലിംഗ് ഇല്ലേ, ആ സാധനമാണ് ഈ ഒരു പടത്തിൽ മുഴുവൻ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു പടത്തിൽ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട്. ഓൾറെഡി സൈക്കോളജിക്കലി കുറേ വിഷയങ്ങളുള്ള ഒരു 2 ക്യാരക്ടേഴ്സ്, ഒരു ക്ലാർക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും പിന്നെ ആളുടെ ഒരു തെറാപ്പിസ്റ്റ്. ഈ 2 ക്യാരക്ടേഴ്സിനും പാസ്റ്റിൽ കുറേ ട്രോമാസ് ഉണ്ട്, കുഞ്ഞു കുറേ കാര്യങ്ങൾ. ഇത് ഓൾറെഡി ഉള്ള ക്യാരക്ടേഴ്സാണ് ഇങ്ങനൊരു സ്ഥലത്തേക്ക് എത്തുന്നത്. സോ അവിടെ വെച്ച് ഇവർ സൈക്കോളജിക്കലി എക്സ്പീരിയൻസ് ചെയ്യുന്നതും അതിൻ്റെ കൂടെ ശരിക്കും അങ്ങനെ ഒരു സാധനമുണ്ട്, എന്നാൽ അത് സയൻറ്റിഫിക്കലി അതിൻ്റെ ഉള്ള കുറേ പ്രശ്നങ്ങൾ, ഇതൊക്കെ കൂടിയാണ് ഈ സിനിമ എക്സ്പ്ലെയർ ചെയ്ത് പോകുന്നത്. നമ്മൾ ഈ ട്രെയിലറിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ സ്ഥലത്ത് ഒന്നാമതൊരു അൺഈസിനെസ് ഉണ്ട്, നമ്മൾ ഒറ്റയ്ക്കാണ്. ഇത് കൂടാതെ പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല, അവിടെ കുറേ മോൺസ്റ്റേഴ്സും വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ ഒരു ലോറുണ്ട്, ഇതെങ്ങനെ ഉണ്ടായത്, ഇതിൻ്റെ പുറകിലുള്ള ഡിസ്കഷൻസ് എന്താണ്, ഇതിൻ്റെ ബാക്കിലുള്ള തിയറീസ് എന്താ, ഇങ്ങനത്തെ. ഇപ്പോൾ ഈ ഡയറക്ടറായ കെയിൻ പേഴ്സൺ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമുണ്ട്. ഇതല്ലാതെയും ഇതിനെ ബേസ് ചെയ്ത് ആൾക്കാർ വെറുതെ ഇങ്ങനെ പറഞ്ഞു കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ തിയറീസും കുറേ നല്ല വെറൈറ്റി കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് ഇതിൻ്റെ ഇപ്പോൾ ഈ കെയിൻ പേഴ്സൺ തന്നെ ആളുടെ മുന്നിലുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു ലോർ മൂപ്പർ ഇങ്ങനെ എക്സ്പ്ലെയർ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടായത്, ഇത് എവിടെയൊക്കെ ഉണ്ട്, എന്താണ് സാധനം എന്ന് മനസ്സിലാക്കിയിട്ട് കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് അങ്ങനെ വെറുതെ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ കണ്ടാൽ ഭയങ്കര ഒരു ഓപ്പൺ എൻഡഡ് ആയ പോലെയും നമുക്കൊരു പ്രോപ്പർ ഐഡിയ നമുക്ക് കിട്ടില്ല. ഒരു മൾട്ടിപ്പിൾ വാച്ചൊക്കെ കണ്ടാലേ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോപ്പർ തീമൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് എൻഗൾഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ലോറൊന്ന് മനസ്സിലാക്കി കണ്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിക്കാവും, സാധനം എന്താണെന്ന് മനസ്സിലാവും. ഇത് ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ പ്ലസ് സയൻസ് ഫിക്ഷൻ ഈ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ആൻഡ് ഈ പടത്തിൽ ആ ഒരു കളർ പാലറ്റ് ഉണ്ടല്ലോ, അത് പൊളിയാണ്. അത് ത്രൂ ഔട്ട് ഇവർ പിടിച്ചിട്ടുണ്ട്. ആ ഒരു കളർ കിട്ടാൻ തന്നെ അവർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടത്. ആൻഡ് ഇതിലെ കുറേ ഭയങ്കര അൺഈസി ആയ കുറേ സൗണ്ട് ഡിസൈൻസും ഇവർ 1970s 90s അങ്ങനെ ആ ഒരു കാലഘട്ടമാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ആ ഒരു ഈ സ്റ്റാറ്റിക് സൗണ്ടുകളും
ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടാവുന്ന കുറേ സാധനങ്ങളുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് കുറേ സാധനങ്ങൾ ഇവര് ഈ ബാക്ക് റൂമിലടക്കം തന്നെ വെച്ചിട്ടുള്ളത്. ദെൻ വരുന്ന മോൺസ്റ്ററും വരുന്ന ഒരു ഫസ്റ്റ് പേഴ്സൺ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവര് ഇങ്ങേരുടെ യൂട്യൂബ് വീഡിയോ ഫുള്ള് ഈ ഫസ്റ്റ് പേഴ്സൺ വ്യൂവിലായിരുന്നു. സോ ഈ പടത്തിൽ ഇടയ്ക്ക് ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ വ്യൂവിലേക്കൊക്കെ വരുന്ന സമയത്ത് ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പടം ജസ്റ്റ് ഒരു ഹൊറർ മൂവി അല്ലെങ്കിൽ ഒരു പ്രേതപ്പടം അല്ലെങ്കിൽ ഏതൊരു പടം എന്ന രീതിയിലല്ല. ഒരു എക്സ്പീരിയൻസ് ആണ്. റാദർ തന്നെ ഒരു ഇപ്പോൾ ഒരാൾക്ക് നമുക്ക് പറയാം ഇത് എല്ലാവർക്കും പറ്റുന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. എനിക്ക് സാധനം ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്താൽ, നന്നായിട്ട് പറഞ്ഞു വെച്ചാൽ, എന്നാൽ ഇനിയും കുറേ ഫ്യൂച്ചർ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ലോറ് തന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ പറഞ്ഞു കൂട്ടി വെച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ തന്നെ ഒരുപാടുണ്ട്. അതൊക്കെ ഇനിയും കുറേ ഈ പടത്തിൽ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ട്. സോ ഇനിയും കുറേ സീക്വലും പ്രീക്വലും എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം ഇങ്ങനെ ഓപ്പൺ എൻഡഡ് ആയിട്ട് കിടക്കുകയാണ്. ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഇറക്കാം. സോ ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ പല രീതിക്കായിരിക്കും. കാരണം ഈ പടം കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഔട്ട് ഒന്ന്, ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ ഒന്നായിരിക്കും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷനൊക്കെ പറ്റുന്ന ഒരു പടമാണ്. മൾട്ടിപ്പിൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേറെ രീതിയിലുള്ള കുറേ ഉത്തരങ്ങളും വേറെ രീതിയിലുള്ള അതിൻ്റെ എൻറ്റയർലി ആ ഒരു പടത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറും. സോ അതുകൊണ്ടൊരു നോർമൽ മൂവി, ഒരു ഭയങ്കര ജംസ്കേഴ്സ് ഒക്കെ ഉള്ള ഒരു സാധാരണ ഹൊറർ മൂവി എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യരുത് ഈ ഒരു പടത്തിന്. ഇതിൻ്റെ ആ ഒരു ലോറും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് നോക്കി വെച്ചിട്ട് ഒന്ന് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞാനിപ്പോൾ സ്പോയിലർ ആവുന്നുള്ളത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്കൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നില്ല. സോ ഒബ്സഷൻ പോലെ തന്നെ വെറൈറ്റി സാധനങ്ങൾ നമ്മളിപ്പോൾ ഈ കണ്ടുമടുത്ത ഹൊറർ മൂവീസൊക്കെ മടുത്തു. ഇനി എന്തെങ്കിലും വെറൈറ്റി സാധനം കാണുന്നുണ്ടെങ്കിൽ A24 ആണ്, ആ പേര് മറക്കണ്ട. A24 എന്ന ഒരു പേര് തന്നെ അറിയാലോ, അവർ വളരെ യൂണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇറക്കുള്ളൂ. നമ്മൾ കണ്ടുമടുത്ത സാധനങ്ങൾ അവർ തൊട്ടില്ല. സോ അങ്ങനെ A24ൻ്റെ മറ്റൊരു യൂണീക്ക് ആയിട്ടുള്ള ഒരു കിടിലം പടമാണ് ബാക്ക് റൂംസ്. കണ്ടുപോക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.